ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും നമ്മളെത്തി. അപ്പം ഇന്നലത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കിഡ് എപ്പിസോഡല്ലേ? നല്ല കിഡിലൻ അഡ്വഞ്ചർ, ലൈൻസ് വാക്കിങ് അല്ലെങ്കിൽ ലൈൻസ് എൻകൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിഡിലൻ എപ്പിസോഡായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം നൈസ്ന എന്ന് പറഞ്ഞ ഒരു കിഡിലൻ കോസ്റ്റൽ ടൗൺ ആണ്. അതായത് ഗാർഡൻ റൂട്ട് ഏരിയയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ഇത് നൈസ്ന വാട്ടർ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതേ മീനും അച്ഛനും അമ്മയും എല്ലാവരും ഓണായിട്ടുണ്ട്. മീനുവിന് വിശക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വണ്ടി നിർത്തിയത്. നമ്മളിന്ന് പോകുന്ന കിഡിലൻ സ്റ്റേയിലേക്കാണ്. അപ്പം ഇന്ന് ആ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ പോകുന്ന റൂട്ടും ആ ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ആയിട്ട്, ഇവിടുത്തെ ഒരു സെറ്റപ്പും പിന്നെ പോകുന്ന റൂട്ടൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ പുതിയൊരു എപ്പിസോഡ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്തു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമുക്ക് സമയം കളയാതെ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നൈസ്നയിലെ ഈ വാട്ടർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെ ഒത്തിരി ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ അല്ലെങ്കിൽ തുണികൾ, ജ്വല്ലറി ഐറ്റംസ്, റെസ്റ്റോറൻറ്റ്, കുറേ ആക്ടിവിറ്റീസ്, അതായത് ബോട്ടിങ് എന്ന് വേണ്ട അങ്ങനെ പല ആക്ടിവിറ്റീസും, ചാർട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ബോട്ടിങ്, അങ്ങനെ പല സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ബീച്ച് വാട്ടർ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ചെറിയ ബാറ്, അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം കണ്ടായിരുന്നേ. ഇത് നോക്കിക്കോട്ടോ, ഈ വാട്ടർ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം കേട്ടോ. ഇവിടെ ഒരു റെയിൽവേ സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുക. ഇതെന്താ സംഭവം എന്നറിയോ? അതിൻ്റെ ഉള്ളിൽ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ട്രെയിൻ ഓടി ഒരു സ്ഥലത്തേക്ക് എത്തും. അങ്ങോട്ടേക്ക് പോകാം. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയോ? അതിൻ്റെ ഉള്ളിൽ നമ്മൾ പൈസ ഇടുമ്പോഴില്ലേ, കോയിൻ ഇട്ട് കഴിയുമ്പോൾ ട്രെയിൻ ഓടി അവിടേക്ക് എത്തുന്നൊരു സെറ്റപ്പ്, ആ ഒരു സംഭവം അത്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഈ വാട്ടർ ഫ്രണ്ടിൽ നമ്മൾ നിർത്തിയത് ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടി മാത്രമാണ്. അന്നേരം എന്താ പറയുക, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മലയാളി ഫാമിലി വന്നിട്ട്, അവർ ജോബർഗിലുള്ളതാണെന്ന് പറഞ്ഞത്. വൈക്കത്താണ് നാട്ടിൽ. അപ്പോൾ അവർ ജോബർഗ് സെറ്റിൽഡ് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ സംസാരിച്ച് നിർത്തിയതാണ്. ഞങ്ങളോട് എല്ലാവരോടും അവർ സംസാരിച്ചിട്ടാണ് ജോബർഗിലുണ്ടായിരുന്നത്. അവരുടെ പേര് മാത്രം ചോദിച്ചില്ല അല്ലേ, അവർ നമ്മുടെ പേരും ചോദിച്ചില്ല, നമ്മൾ അവരുടെ പേരും ചോദിച്ചില്ല. അത് മലയാളിയാണെന്ന് മാത്രം ചോദിച്ചുള്ളായിരുന്നു. എന്തായാലും അവരെ കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇതേപോലെ തന്നെ ഇത് കണ്ടോ, ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ. പൈറേറ്റ്സ് കോവ് കഫേ, അടിപൊളി. നമുക്ക് ഇന്നൊരു ഫുഡ്, നമുക്ക് എന്ത് ഫുഡ് കഴിക്കാം? മീനും എന്ത് ഫുഡാണ് വേണ്ടേ? ചൈനീസ് ഫുഡ്. അപ്പോൾ ചൈനീസ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചൈനീസ് ഫുഡ് കഴിക്കാം. എന്തായാലും ഈ വാട്ടർ ഫ്രണ്ടിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചൈനീസ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേയിലേക്ക് പോകാം. ഇപ്പോൾ തന്നെ 2 മണി ആയിട്ടോ. ഇത് നോക്കിക്കേ, ഇവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ടോ, അതായത് പൈറേറ്റ്സ് ബോട്ടിൻ്റെ ഒരു ഷേപ്പിലൊരു ബോട്ട്. ഇവിടെ ചാർട്ട് ചെയ്ത് പോകാനായിട്ടുള്ള കിട്ടില്ലൻ ബോട്ടിങ്ങും എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്കൊന്ന് പോയി അകത്ത് പോയി സീറ്റ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാതെ. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്, തായ് ഷാൻ കിച്ചൻ. അപ്പോൾ അകത്ത് കയറാം. അച്ഛനും വാമിയും എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഞാനും മീനും കൂടി ഒന്ന് ജസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ. അപ്പം ദേ ഇവിടെ നിർത്തിയിട്ടാക്കുന്ന ഈ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കപ്പൽ കണ്ട, ഇത് പൈറേറ്റ്സിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ്. ഇത് നമ്മുടെ കേപ്പ് ടൗണിലും ഇതേപോലെ തന്നെ വാട്ടർ ഫ്രണ്ട് ഉണ്ട്. അതും ഇതേപോലെ തന്നെ കുറേ റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ട്. കേപ്പ് ടൗണിലെ വാട്ടർ ഫ്രണ്ട് VNA വാട്ടർ ഫ്രണ്ട് ഇതിലും വലുതാട്ടോ. പക്ഷേ ഇവിടെയും ഇതും നല്ലതാണ്. ഇത് വിശാലമായിട്ട് തന്നെ കിടക്കുന്നത് കേട്ടോ. അപ്പം ഈ നൈസ്നയ്ക്ക് സ്പെഷ്യലായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നൈസ്ന ശരിക്കും ഈ ഒരു കോസ്റ്റൽ പട്ടണമല്ലേ, ശരിക്കും ഈ ഗാർഡൻ റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിശാലമായ കിടക്കുന്ന ഈ പ്രദേശത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്പോട്ടാണ്, ഒരു ഡെസ്റ്റിനേഷനാണ്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. എല്ലാവരും ഈ സിസിക്കാമ പോകുന്ന എല്ലാവരും അല്ലെങ്കിൽ ഗാർഡൻ റൂട്ട് സഞ്ചരിക്കുന്ന എല്ലാവരും ഒന്ന് ഹോൾഡ് ചെയ്ത് താമസിച്ച് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ് നൈസ്നയ്ക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ജോർജിയിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ നീങ്ങിയിട്ടാണ് ഈ നൈസ്ന എന്ന് പറഞ്ഞ പട്ടണം ഇരിക്കുന്നത്. അപ്പം ഏകദേശം 500 കിലോമീറ്ററോളം കേപ്പ് ടൗണിൽ നിന്ന് ദൂരമുണ്ട് കേട്ടോ ഈ നൈസ്ന എന്ന് പറഞ്ഞത്. ഇന്ത്യൻ ഓഷനാൽ കവർ ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പട്ടണം കാണാനുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു യൂറോപ്പ് സെറ്റപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പാണ് എന്തുകൊണ്ടും എന്ന് പറയാം. അതായത് ഇവിടുത്തെ ആൾക്കാരായാലും ശരി, അല്ലെങ്കിൽ ഇത് സെറ്റപ്പ് ചെയ്താക്കുന്ന എന്തുകൊണ്ടും ഈ നൈസ്നയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്, ഞങ്ങളിന്ന് നൈസ്നയിലല്ല സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങളെപ്പോഴും നൈസ്നയാണ് സ്റ്റേ ചെയ്യാറ്. സിസിക്കാമ
ചൂസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിന്ന് ചൂസ് ചെയ്തേക്കുന്നത് സിസികാമയിൽ തന്നെ, സിസികാമയിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ, സിസികാമ നാഷണൽ പാർക്കിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ പോയിട്ടുള്ള ഒരു സ്ഥലത്താട്ടാ. അപ്പം ഈ ഭാഗത്തേക്ക് വന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇത് വായിച്ചു നോക്കിയത് ദ ഗ്രേറ്റ് ഫയർ ഓഫ് നൈസന ജൂൺ 7, 2017 വലിയ ഫയർ എന്തുണ്ടായിരുന്നു, അതിൻ്റെ ട്രൈബ്യൂട്ടായിട്ട് അതിൻ്റെ വിക്ടിംസിനും അതിൻ്റെ ഹീറോസിനും വേണ്ടി ട്രൈബ്യൂട്ടായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഒരു ഉയർന്നു പൊങ്ങുന്ന ഒരു പരുന്ത്, ഇത് ഇവിടെ കണ്ടോ, ഫയർ, അതായത് ഒരു മരവും കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഫയറിൽ പെട്ടുപോയ മരമായിരിക്കാം, അതും കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി. പിന്നെ അത് ഞങ്ങൾ ഇന്ന് സുഷി ട്രൈ ചെയ്യണോ എന്താ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അപ്പം ഫ്രൈഡ് റൈസൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ അകത്തായിരിക്കുന്നത്. ഞാനപ്പം അകത്ത് പാട്ടിട്ടിട്ടുണ്ട്, അപ്പോൾ കോപ്പി റൈറ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. വാമിക്ക് വെള്ളം വന്നോടി, വാമി വെള്ളം വന്നോ? അപ്പം നമ്മൾ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമ്മളൊന്ന് വയ്യാറങ്ങാട്ടോ. അപ്പം ഇത് നോക്കിക്കാൻ നിങ്ങൾ, ദേ അങ്ങ് അപ്പറേ കണ്ടോ ആൾക്കാർ, ദേ അവിടെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ആൾക്കാർ മറ്റേ കയാക്കിങ്ങിൻ്റെ വഞ്ചിയിലെ ആ വഞ്ചിയിൽ ഫുട്ബോൾ കളിക്കുവാണ്. കുറേ നേരമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു ഗ്രൂപ്പായിട്ട് യൂണിഫോം പോലെ ആൾക്കാർ ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട്. അവിടെ ഗോൾ പോസ്റ്റ് പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഗോളി പോലെ ഒരാൾ നിൽക്കുന്നുണ്ട്, അപ്പുറത്തും ഉണ്ട്. അപ്പം അവർ ആ ബോൾ വെച്ച് തട്ടിയാണ് കളിക്കുന്നത് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ വെജിറ്റബിൾ നൂഡിൽസുമാണ് പറഞ്ഞത്. ഞങ്ങൾ ഷെയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ക്വാണ്ടിറ്റിയാണ് ഫുഡ് വരുന്നത്. അപ്പം നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല, വെറുതെ വേസ്റ്റാക്കി കളയാറാ പതിവേ. അപ്പം അങ്ങനെ ഷെയർ ചെയ്തെടുക്കും. പിന്നെ അച്ഛനെ വെജിറ്റബിൾ ആയതുകൊണ്ട് അച്ഛന് വെജിറ്റേറിയനാണ് പറഞ്ഞത്. വാമിക്കും ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാമി എടുത്ത് കഴിച്ചോളും. നമ്മുടെ ഇഷക്കുട്ടിയാണെങ്കിൽ ഇതേ ഇവിടെ എണീറ്റ് ഓണായിട്ട് ഇരിക്കുന്നുണ്ട്. ഇഷക്കുട്ടി അച്ഛയുടെ പെണ്ണ് എന്തിടി, അച്ഛയുടെ പെണ്ണ് എന്തിടി, അച്ഛൻ്റെ പെണ്ണ് എന്തിടി. ഇഷക്കുട്ടി ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്ഥാനം പിടിക്കാം, നമ്മുടെ ഡെസ്റ്റിനേഷനെ. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ്, വാമി നീ ഫുഡ് കഴിച്ചോടി? ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുക കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചകളും ആ താമസിക്കുന്ന സ്ഥലവും കാണിച്ചിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡ് ഓഫ് ചെയ്യാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കടയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഗാർഡൻ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സ്ഥലത്തേക്ക്. അപ്പം നൈസിനെ നമ്മൾ വിട്ടുമാറി പ്ലെറ്റൻബർഗ് എത്താറായി. പ്ലെറ്റൻബർഗിലേക്ക് എത്തണമെങ്കിൽ 20 കിലോമീറ്ററും കൂടി ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്ലെറ്റൻബർഗ് ബേ ഇപ്പം ഈ പ്രാവശ്യം കയറുന്നില്ല, നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകുവാണ്. കാരണം ടൈം ഏകദേശം 4:15 കേട്ടോ. നമുക്ക് 7 മണിക്ക് മുമ്പ് ചെക്ക് ഇൻ ചെയ്യണമെന്നാണ് കാണിച്ചത്. കാരണം കുറച്ച് ഒരു 10-20 കിലോമീറ്ററിൻ്റെ അടുത്ത് ഏകദേശം ഗ്രാവൽ റോഡ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം പറഞ്ഞു കേട്ടല്ല അവർ മെസ്സേജ് ചെയ്തത്. അപ്പം അതിന് മുമ്പ് നമുക്ക് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ആ റൂട്ട് പോകുന്നത്. അപ്പം ഗ്രാവൽ റോഡൊക്കെ ആണെങ്കിൽ കൊച്ചക്കുള്ളതുകൊണ്ട് എങ്ങനെയാണ് റൂട്ട് എന്നറിയില്ല. അപ്പോൾ സ്ലോയിൽ പോകാനൊക്കെ പറ്റുള്ളൂ. അപ്പം നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. 7 മണിക്ക് മുമ്പ്, എന്തായാലും 7 മണിയാകുമ്പോഴേക്കും സൺസെറ്റ് ഒന്നും ആകത്തില്ല, വെളിച്ചമുണ്ടാകും എന്തായാലും. എന്തായാലും നേരത്തെ പോയി അവിടെ കയറാമെന്ന് വിചാരിച്ചു. അത് അത്രയ്ക്ക് അടിപൊളി സ്റ്റേ ആണ്. എത്ര മുമ്പ് എത്തുന്നോ അത്രയും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ദേ ബാക്കിൽ ദേ വാമി ദേ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വാമീസ് ഹായ് ഹാ ഹൂഹി. അപ്പോൾ ഈ ഗാർഡൻ റൂട്ട് ഉണ്ടല്ലോ, വേൾഡ് ഫേമസ് റൂട്ട് എന്ന് പറയുന്നില്ലേ, അത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ. നല്ല അടിപൊളി റൂട്ടാണ് N2 ഗാർഡൻ റൂട്ടിൽ. ഈ ഒരു വഴി നൈസ്ന ടു നമ്മുടെ പോർട്ട് എലിസബത്ത് എത്തുന്ന ആ വഴി വരില്ലേ, അത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. സ്പ്രിംഗ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമുക്കതിൻ്റെ മനോഹാരിത അറിയാൻ പറ്റത്തുള്ളൂ. കാരണം പോകുന്ന 2 സൈഡും പൂക്കളും അടിപൊളി ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും അടിപൊളി വഴി. നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീലിംഗ് അറിയത്തുള്ളൂ ഈ വഴിയുടെ. അപ്പം അത്രയ്ക്ക് അതുകൊണ്ടാണ് അത്രയ്ക്ക് ഫേമസ് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ആഫ്രിക്കയിൽ മാത്രമല്ല ഈ വഴി ഫേമസ് ആയിട്ട് നിൽക്കുന്നത്, ഓൾ വേൾഡിൽ തന്നെ ഗാർഡൻ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. സിസികാമയിലേക്കുള്ള എൻട്രൻസ് ആട്ടോ. അവിടെ നമ്മുടെ ബ്രിഡ്ജ് വരുന്നുണ്ട്, ബെഞ്ചമിൻ്റെ ബ്ലോക്ക്റാൻസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക്റാൻസ് ബ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ വണ്ടി ഇതേ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്, ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എങ്ങനെയുണ്ട്, നമ്മൾ ഗാർഡൻ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പോഴും വെക്കേഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എന്നാലും തിരക്കൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ട്.
അപ്പോൾ നമ്മൾ ഈ ഗാർഡൻ റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഗാർഡൻ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസൽ ബേക്കും സ്ട്രോം റിവറിനും ഇൻ ബിറ്റ്വീൻ ഇരിക്കുന്ന 300 കിലോമീറ്റർ, അതാണ് ഈ ഗാർഡൻ റൂട്ട്. അത് പോകുന്ന വഴി N2 ആണ്. N2 അതായത് നമ്മുടെ പോർട്ട് എലിസബത്ത് ടു കേപ്പ് ടൗൺ വരുന്ന ആ റൂട്ട് തന്നെയാണ്. അതിൽ ഈ ഗാർഡൻ റൂട്ട് എന്നറിയപ്പെടുന്ന ഇത്രയും ഏരിയ, മോസൽ ബേയുടെയും സ്ട്രോം റിവറിൻ്റെയും ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഏരിയയിൽ ഒത്തിരി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒത്തിരി തിങ്സ് നമുക്ക് ചെയ്യാനുണ്ട്. അതായത് ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ, അല്ലാതെ നല്ല സീനിക് ആക്ടിവിറ്റീസും ഉണ്ട്. ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് ഫേമസ് റൂട്ട്, പലതവണ അതിൻ്റേതായ ഇതിൽ കിട്ടിയിട്ടുള്ളതാണ്, അവാർഡ് വിന്നിങ് ലൊക്കേഷൻസുകളിൽ ഒന്നും കൂടി കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന നല്ല അടിപൊളി പട്ടണങ്ങളിൽ ഒന്നാണ് നൈസ്ര വരുന്നുണ്ട്, പ്ലെറ്റൻബർഗ് ബേ വരുന്നുണ്ട്, ഈ മോസൽ ബേ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നുണ്ട്, പിന്നെ നേരെ സിസിക്കാമയിലേക്കാണ് കയറുന്നത്. അപ്പം ഇത്രയും ഏരിയകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സീനിക് ആയിട്ടുള്ളതാണ്. അപ്പം ആൾക്കാർ ഇത് പൊതുവേ ഇവിടെ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയതുകൊണ്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഒരു ഇയർ എൻഡിങ് റോഡ് ട്രിപ്പ് എന്നൊക്കെ പറയില്ലേ, അതിനു വേണ്ടി ചൂസ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണിത്. അതായത് ഈ ഒരു റൂട്ട്, ഈ റോഡിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ റോഡിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വീതി കൊടുത്തിട്ടുണ്ട് ഇവർ. അതായത് ഒരു വണ്ടിക്ക് പോകണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീലിംഗോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാക്കുന്നതും. റോട്ടിലൊരു കുണ്ടോ കുഴിയോ അങ്ങനെ ഒന്നും നമുക്ക് കാണാനും കിട്ടത്തില്ല കേട്ടോ. ഇപ്പം നമ്മളിത് വേറൊരു ബ്രിഡ്ജും കൂടി പാസ് ചെയ്യുവാണ്. ഈ ബ്രിഡ്ജാണ് നമ്മുടെ ബ്ലോക്ക്രാൻസ് ബ്രിഡ്ജ്. ഇവിടെയാണ് ബഞ്ചി ജമ്പൊക്കെ നടക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഇത് അങ്ങോട്ടേക്കൊക്കെ നോക്കിയേ, ഇതിന്റെ താഴെയാണ് നമ്മുടെ ബഞ്ചി ജമ്പിങ് എല്ലാം ചെയ്യാൻ നടക്കുന്നത് കേട്ടോ. ആഹാ, ഈ ബ്ലോക്ക്രാൻസ് ബ്രിഡ്ജിന് ഒരു പ്രത്യേകത ഉണ്ട്. ബ്ലോക്ക്രാൻസ് ബ്രിഡ്ജ് പണിതത് കോൺഗർ എന്ന് പറഞ്ഞ ഒരു സായിപ്പാണ് പണിതത്. 1980 തൊട്ട് 1983 കാലഘട്ടം വരെ ഉണ്ടായിരുന്നു ഇതിന്റെ പണി. ആ സമയത്ത് ഇത് നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടാണ് ഈ ബ്രിഡ്ജിന്റെ പണി കഴിച്ചത്. ഇപ്പം ആ ബ്രിഡ്ജിന്റെ താഴെ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, അതായത് ബഞ്ചി ജമ്പ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ബഞ്ചി ജമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ താമസിക്കുന്ന ഡെസ്റ്റിനേഷൻ നേരത്തെ എത്തണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ കയറുന്നില്ല. നാളെ അച്ഛനമ്മേനൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. ദേ ഇത് കണ്ടോ, സിസിക്കമ്മ അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നുണ്ടോ. അപ്പം ഈ ബ്രിഡ്ജിന്റെ ലെങ്ത് വരുന്നത് 471 മീറ്റർ ആണ് ഈ ബ്രിഡ്ജിന്റെ നീളം കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നീളം ഉണ്ടായിരുന്നു. ഇതിന്റെ ഹൈറ്റ് വരുന്നത് 216 മീറ്ററോളം ആണ്. അത് ഈ ബ്ലോക്ക്രാൻസ് റിവറിൽ നിന്ന് എബവ് വരുന്ന ഹൈറ്റ് ഉണ്ടാവും. അപ്പം ഇനിയും നമുക്ക് ഇവിടെ നിന്ന് പോകാനുണ്ട്. ഏകദേശം 90 കിലോമീറ്ററോളം ഇനി യാത്രയുണ്ട്. ഇതിന്റെ ഇടയ്ക്കാണ് സിസിക്കാമ നാഷണൽ പാർക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് സിസിക്കാമ നാഷണൽ പാർക്കിൽ നിന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോം റിവർ മൗത്ത് അവിടേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നാളെ വന്നിട്ട് നാളെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്ക്. അതൊക്കെ നാളെ വന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങറ്റത്തൊരു മല നിൽക്കുന്നുണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഈ 2 മരങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ പോകുന്ന റൂട്ട് നല്ലൊരു പ്രത്യേക ഒരു ഫീലിംഗ് തരുന്ന ഒരു റൂട്ടാട്ടോ. ഈ റോഡിൻ്റെ ഒരു ഭംഗി കണ്ടോ. ഞങ്ങൾ ആദ്യം വരുന്ന സമയത്ത് ഈ ഗാർഡൻ റൂട്ട് ഫുള്ള് വൈറ്റ് കളറിലാണ് ഇരുന്നിരുന്നത് ഈ റോഡിൽ. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് വിൻ്റർ സീസൺ കഴിഞ്ഞിട്ട് സ്പ്രിംഗ് ആയ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത്. അപ്പം ആ സമയത്ത് ഫുള്ള് പൂക്കളും പച്ചപ്പും അതിൻ്റെ ഇടയിൽ കൂടെ ഈ വൈറ്റ് കളറ് റോഡും അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അത് വേറൊരു ഭംഗിയായിരുന്നു കേട്ടോ ശരിക്കും. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതൊരു റോഡ് കാണുമ്പോൾ തന്നെ വേറൊരു പ്രത്യേകതയാണ്. നമ്മൾ ഈ വണ്ടി ഓടിച്ച് പോകാനായിട്ടുള്ള ആ ഒരു ഫ്രീഡം, ബൈക്കേഴ്സിൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രീം റൂട്ട് എന്നൊക്കെ പറയില്ലേ, ആ റൂട്ടാണിത്. നമ്മൾ N2 നമ്മൾ ഔട്ടടിച്ച് നേരെ ഗ്രാവൽ റോഡിൽ കയറി. ഇനിയുള്ള ഒരു 13 കിലോമീറ്റർ നമുക്ക് ഗ്രാവൽ റോഡാണ് പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഫാമുകൾ കാണാൻ പറ്റും. പശു ഫാമാണ്. അപ്പം പശു ഫാമിന് വേണ്ടി അവർ പുല്ല് വളർത്തുന്ന കേട്ടോ, പുല്ല് നനയ്ക്കാനുള്ള മെഷീനാണ് ഈ കാണുന്നത്, ഈ ലോങ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഇനിയുള്ള ഈ ഗ്രാവൽ റോഡ് തിരക്കേടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അത്ര ഗുഡ് ഗ്രാവൽ റോഡാണെന്നല്ല അവർ പറഞ്ഞത്. വെതർ അനുസരിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള ഗ്രാവൽ റോഡാണ് കേട്ടോ പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. പയ്യല്ലേ പോകുന്നത്, പോയി നോക്കാം. അപ്പം അപ്പുറത്ത് കൂടെ ഒരു
ലെഫ്റ്റ് സൈഡിലേ ചോളത്തിന്റെ ഫാമിംഗ് ആട്ടാ, ചോള ഫാമിങ്. ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാത്ത ഒരു ഏരിയ ആണ്. നമ്മളെ ഏത് മോഡൽ അക്കോമഡേഷനാണ് പോണേന്ന് അച്ഛനമ്മയ്ക്ക് അറിയില്ല കേട്ടോ. അവരോട് ക്ലൂ ചോദിച്ചു. അച്ഛൻ പറഞ്ഞ കാടിൻ്റെ ഉള്ളിലേക്കാന്ന് തോന്നുന്നു പറഞ്ഞു, അമ്മയും പറഞ്ഞു കാടിൻ്റെ ഉള്ളിലേക്കെന്ന്. അപ്പം എവിടേക്കാണ് എന്നാണ് സർപ്രൈസ്, നിങ്ങൾക്കും അറിയില്ലല്ലോ. അപ്പം നിങ്ങളും കണ്ടു നോക്ക്. അതെ ഗൈസ്, നമ്മളുടെ താമസിക്കുന്ന സ്ഥലം ഏകദേശം അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകും നമ്മൾ എങ്ങനത്തെ സ്ഥലത്തേക്കാണ് പോണേന്നുള്ളത്. അത് ഏകദേശം ഇപ്പൊ ഇനി മനസ്സിലാകും കേട്ടോ. നോക്കിക്കോ നോക്കിക്കോളൂ എങ്ങനത്തെ ആ സ്ഥലം എന്ന് അല്ലേ മാമി? ഇങ്ങനത്തെ സ്ഥലമാണ് കടൽ. അതെ കടൽ. നമ്മളിവിടെ കടലുണ്ട് എന്ന് ഒരു മനുഷ്യർക്കും അറിയത്തില്ല. അത്രയ്ക്ക് ഒരു ഹിഡൻ വേ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഹിഡൻ വേ തന്നെയാട്ടോ ഇത് അല്ലേ? കടലുണ്ടെന്നേ. ഇത് നോക്കിക്കേ സ്ഥലം, അടിപൊളി സ്ഥലം. ഒരു ഹിഡൻ ജെം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഹിഡൻ ജെമ്മാണ് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം കേട്ടോ. നമ്മൾ ഇത്രയും ഗ്രാവൽ റോഡിൽ കൂടെ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നേ നമുക്ക് അറിയത്ത പോലും. ആ ഒരു സ്ഥലത്താണ് നമ്മൾ വന്ന് പെട്ടിരിക്കുന്നത്. അതായത് ഇവിടെ ബീച്ച് പൊളിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. നമ്മുടെ അക്കോമഡേഷൻ എങ്ങനത്തെ അക്കോമഡേഷൻ ആയിരിക്കും എന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? നമ്മുടെ വീട് അന്വേഷിച്ച് നമുക്ക് പോകാം. ഇപ്പുറത്ത് നോക്കി നല്ല അടിപൊളി കടല്, നല്ല പാറക്കൂട്ടങ്ങളും കയറി കിടക്കുന്നു, കടലും കയറി കിടക്കുന്നു. ഇവിടെയുള്ള വീടുകളുടെ ഒക്കെ പ്രത്യേകത കണ്ട, എല്ലാ വീടുകളും ബീച്ചിലേക്ക് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പ് ഇട്ടാ. നമ്മൾ താമസിക്കാൻ പോകുന്ന ഈ ഏരിയ കേട്ടോ. ഇത് എന്താ ഈ ഏരിയ എന്നറിയോ? ഇത് വേറെ ലെവല് ഏരിയ ആണ്. അടിപൊളിയായിട്ടുണ്ട്. സൺസെറ്റ് ഒക്കെ വേറെ ലെവലായിരിക്കും. എന്തായാലും 2 ദിവസം നമ്മുടെ സ്റ്റേ നല്ല അടിപൊളി സ്റ്റേ ആയിരിക്കും ഗായ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ താക്കോൽ എവിടെ ഇരിക്കുന്നതെന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ വീട് കറക്റ്റ് ഒരു ബീച്ച് വ്യൂ അല്ലെങ്കിൽ ഒരു ഓഷ്യൻ വ്യൂ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ അക്കോമഡേഷനാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തത് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ വിചാരിക്കും എങ്ങനത്തെ അക്കോമഡേഷൻ എടുക്കേണ്ട, അങ്ങനത്തെ ഒരു അക്കോമഡേഷൻ എടുക്കണ്ടേ എന്നുള്ളത്. ഈ പ്രാവശ്യം എടുത്തത് അങ്ങനത്തെ ഒരു അക്കോമഡേഷൻ. അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല, അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. നമ്മുടെ വണ്ടി ആദ്യം പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തെത്തി ഗായ്സ്. അപ്പോൾ നമുക്ക് താക്കോലെടുക്കാൻ പോകണം. താക്കോലെടുക്കാൻ പോകണമെങ്കിൽ നമുക്ക് ഏറ്റവും താഴേക്ക് ഇറങ്ങണം. താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഒരേ വീടാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും താഴെ ഇറങ്ങിയിട്ട് നമുക്ക് താക്കോലെടുക്കാം ഫസ്റ്റ്. അപ്പോൾ ബീച്ചിൻ്റെ ഫ്രണ്ടിലേക്ക് പോകണം എന്നാട്ടോ പറഞ്ഞത്. ബീച്ചിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് വേണം നമുക്ക് താക്കോലെടുക്കാൻ വേണ്ടി. അപ്പം എൻ്റെ പൊന്നു വാമിയെ, ഇന്നത്തെ അക്കോമഡേഷൻ നോക്കിയേ. ഇത് കണ്ട ഇന്നത്തെ അക്കോമഡേഷൻ? ഇന്നത്തെ അക്കോമഡേഷൻ കണ്ട വാമിയെ ഗായ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടെത്തി. താക്കോൽ ഇവിടുത്തെ മെയിൽ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ താക്കോൽ വെച്ച് നമ്മൾ കയറി. ഇൻസ്ട്രക്ഷൻസ് എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് നോക്കിക്കേ നിങ്ങൾ, അടിപൊളി വീട്, കടലിനോടുള്ള ചേർന്നിട്ടുള്ള ഒരു വീട്. ഇവിടെ ഇവർ TV പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയയിലേക്ക് കയറി വരുന്നത്. ഇവിടെ നല്ല അടിപൊളി ഒരു കൗച്ച് ഇട്ടിട്ടുണ്ട്, അതും ഈ ഓഷ്യനിലേക്ക് ഫേസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബാർബിക്യൂ ഏരിയ കൊടുത്തിട്ടുണ്ട് ബാർബിക്യൂ ചെയ്യാനായിട്ട്. അതേപോലെ ടേബിളും തന്നിട്ടുണ്ട്. ഇവിടെ ചെയറെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇട്ടിട്ടുണ്ട് ഒരു വ്യൂവിന് വേണ്ടി. ഇത് നോക്കിക്കാൻ നിങ്ങൾ, ആ ബീച്ചിലേക്കുള്ള വ്യൂ ഉണ്ടല്ലോ. ഇവിടെ പ്രൈവറ്റ് ബീച്ചുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ജസ്റ്റ് നടന്ന് പോകാമെന്നുള്ള ദൂരമുള്ളൂ. നമുക്ക് നാളെ പോയിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇത് നോക്കിക്കുക എന്തെന്നാണ് അടിപൊളി വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇന്ത്യൻ ഓഷ്യൻ ആട്ടോ, ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ അധികം തണുപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാനും പറ്റും. എങ്ങനെയുണ്ട്? സൺസെറ്റ് ഒന്ന് കണ്ട് തകർക്കണം. 2 എണ്ണമൊക്കെ അടിച്ചിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും നോക്കി. അപ്പം ഇത് നേരെ കയറി കഴിയുമ്പം റൈറ്റ് സൈഡിൽ ടോയ്ലറ്റാണ് ഇവർ തന്നിരിക്കുന്നത്. ഇത് 3 ബെഡ്റൂം ഹൗസാണ്. ഇവിടെ ഒരു ഡബിൾ ബെഡ് വന്നിട്ടുണ്ട്.
അലമാരി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഹീറ്റർ തന്നിട്ടുണ്ട് അവർ, ഇൻബിൽട്ട് ഹീറ്ററാട്ടോ ഇത്. അതേപോലെ തന്നെ ടേബിൾ ലാമ്പും സൈഡ് ടേബിളും തരുന്നുണ്ട്. ഇവിടെ ഒരു മിററും ചെറിയൊരു ടേബിളും അത്യാവശ്യത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. അതേപോലെ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്ന നമ്മുടെ ഡൈനിങ് ഏരിയ കേട്ടോ. ഡൈനിങ് ഏരിയ കഴിഞ്ഞ് നേരെ കിച്ചണും. ഇതാണ് കിച്ചൺ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ഡെഫിയുടെ വാഷിംഗ് മെഷീൻ തരുന്ന വാഷിംഗ് മെഷീനാണോ ഇത് അതോ ഷർട്ട്? അതെ, വാഷിംഗ് മെഷീൻ തരുന്നുണ്ട്. അതേപോലെ ഇവിടെ സ്റ്റൗവ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിച്ചൻ്റെ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട്. ഫ്രിഡ്ജും തന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ അതേ ഇവിടെ ഡ്രയറും തരുന്നുണ്ട്. ഡ്രയറുള്ള വാഷിംഗ് മെഷീൻ, പിന്നെ മൈക്രോവേവ് ഉണ്ട്. ഇപ്പുറത്ത് വരുമ്പം 2 സിംഗിൾ ബെഡുള്ള ബെഡ്റൂമും സൈഡ് ടേബിളും അതേപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പുറത്ത് വരുമ്പോൾ മാസ്റ്റർ ബെഡ്റൂം, ഇവരൊരു കൂളർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു ഡബിൾ ബെഡും തരുന്നുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഇവർ തന്നിരിക്കുന്നത്. ഇത് മുതൽക്കൂട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ മുതൽക്കൂട്ടാണ്. വാമി എങ്ങനെയുണ്ട് സ്ഥലം? ഇത് നൈസ്, യു ലൈക്ക് ഇറ്റ്? വാമിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ലിവിങ് ഏരിയനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം തന്നിരിക്കുന്നത്. ടോയ്ലറ്റ് 2 ടോയ്ലറ്റ് ഉണ്ട്. ഇതൊരു ഹാഫ് ടോയ്ലറ്റ് ആണ്. ഇവിടെ നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റും ഇവിടെ ഒരു ഷവർ റൂമും തരുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ബിഗ് ടോയ്ലറ്റ് ആണ്. എന്നാലും ഫുൾ ബാത്റൂം, ഫാമിലി ബാത്റൂം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ടബ് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു സിങ്കും. അതേപോലെ തന്നെ ഇവിടെ നമുക്കും ചെറിയൊരു ടോയ്ലറ്റ്, ഒരു 1.5 എന്ന് പറയാൻ പറ്റത്തുള്ളൂ, 1.5 ടോയ്ലറ്റ്. പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് എങ്ങനെയുണ്ട്? ഇത് അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പർ. കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കൺവെൻഷൻ? കടലിനോട് ചേർന്നിട്ടുള്ള ഇതിലിങ്ങനെ ഒരു സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു? വന്ന ഏരിയൊക്കെ സൂപ്പർ അല്ലേ? നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഞാൻ പോയിട്ട് ഇപ്പം മീനുവിനെ ഇറക്കിക്കൊണ്ട് വരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് വീഡിയോ. അപ്പം അങ്ങനെയാണ് ഗൈസ് വിശേഷങ്ങൾ. അപ്പം നമ്മുടെ ഒരു കിടിലൻ വീഡിയോ അല്ലായിരുന്നേ? ഗാർഡൻ റൂട്ടും ഈ സ്റ്റേയും, എന്ത് സ്റ്റേ ആണല്ലേ? ഈ സ്റ്റേ ഒക്കെ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്യണം നിങ്ങൾ. ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ സ്റ്റേ എങ്ങനെയുണ്ട് മോളെ? നമ്മൾ ഉദ്ദേശിച്ചല്ലേ കടലില് അല്ലേ? അപ്പോൾ എല്ലാവരും ബൈ പറഞ്ഞേ, ബൈ പറഞ്ഞേ. മാമി ബൈ പറ, മാമി ബൈ പറ. ഓക്കെ, ബൈ 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 ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, സബ്സ്ക്രൈബ് പ്ലീസ്, സബ്സ്ക്രൈബ്. നമ്മളപ്പോൾ നിൽക്കുന്ന ആ വീടിൻ്റെ ഒരു വ്യൂ ഇല്ലേ, ഞാൻ ഇപ്പുറത്തുനിന്നൊന്ന് കാണിച്ചു തരാവേ നിങ്ങൾക്ക്. അപ്പം ഈ പോകുന്നില്ലേ, ഈ പോകുന്ന ഇവിടെ ഒരു പാത്ത് വേ ഇട്ടിട്ടുണ്ട്. ഈ പാത്ത് വേ ശരിക്കും ബീച്ചിലേക്ക് കേട്ടോ പോകുന്നത്. ഇതേ കണ്ടോ, അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ ബീച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ അക്കോമഡേഷൻ കേട്ടോ. അപ്പം ഇതിലേ ഇങ്ങനെ ഒരു പാത്ത് വേ ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അതേപോലെ തന്നെ സൂര്യൻ അസ്തമിച്ച് തുടങ്ങുന്നത് കാണാം. നമുക്ക് സൺസെറ്റ് കാണണമെങ്കിൽ നല്ലൊരു കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? എങ്ങനെയുണ്ട്? സൂര്യൻ ഉദിക്കുന്നതും നമുക്ക് കാണണം രാവിലെ. കടൽ കണ്ടിട്ട് വേണം നമുക്ക് എഴുന്നേക്കാൻ തന്നെ. ഞാൻ ചെറിയ ക്യാഷൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.